സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി ഒപ്പുവെച്ചു കഴിഞ്ഞു. ബീഹാറിലെ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് മോദിക്ക് ഇപ്പോഴായിരുന്നു പാകിസ്ഥാനെതിരെ ഇനി എന്ത് ചെയ്യാനാകുമെന്നതിനെ പറ്റി യോഗം ചേരാൻ സമയമുണ്ടായത്. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, NSA, CDS, എല്ലാ സായുധ സേനാ മേധാവികൾ എന്നിവരുമായി ഉന്നതതല യോഗം നടത്തിയ ശേഷം പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സായുധ സേനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞത്. ആ വേളയിലും അമിത്ഷാ ഉണ്ടായില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രിയുമായി അടച്ചിട്ട മുറിയിൽ മോദി യോഗം ചേർന്നപ്പോഴും അമിത്ഷാ പുറത്തായിരുന്നു. അമിത്ഷാ ഒരാഴ്ച മുൻപ് കാശ്മീരിൽ തമ്പടിച്ച സുരക്ഷാ കാര്യങ്ങളിൽ പറ്റി യോഗം ചേർന്നിട്ടും സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് മോദി തന്നെ അംഗീകരിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. പുൽവാമ ഭീകര ആക്രമണത്തിൽ 41 സൈനികരുടെ ജീവൻ പൊലിയുമെന്ന് മുൻപ് 12 തവണയോളമായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ആരും വകവെച്ചില്ല. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഭീകരാക്രമണത്തെ തുടർന്ന് നടത്തിയിട്ടുള്ള സുരക്ഷാ തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള വിശദീകരണത്തിനായി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുന്ന പക്ഷം നേരിടേണ്ട വിധം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനുമായി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. സ്ഥിതിവിവരങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതായിട്ടാണ് വിവരം. ഇവിടെ ഈ യോഗത്തിലും അമിത്ഷാ ഇല്ല. ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കുക എന്നതാണ് രാജ്യത്തിന്റെ ഉറച്ച തീരുമാനമെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഇന്ത്യൻ സായുധ സേനയുടെ പ്രൊഫഷണൽ കഴിവുകളെ അദ്ദേഹം പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു. ആക്രമണത്തിന് പിന്നിലുള്ള തീവ്രവാദികളെയും അവരുടെ സംരക്ഷകരെയും പിന്തുടരണമെന്നും ഇന്ത്യയിൽ ഭീകര ആക്രമണങ്ങൾ സ്പോൺസർ ചെയ്ത ചരിത്രമുള്ള പാകിസ്ഥാനെ ഭൂമിയുടെ അറ്റം വരെ പിന്തുടരണമെന്നും അവർക്ക് സങ്കല്പിക്കാനാകുന്നതിലും അപ്പുറമുള്ള ഏറ്റവും കഠിനമായ ശിക്ഷ നൽകുമെന്നും പ്രധാനമന്ത്രി മോദി പ്രതിജ്ഞ കൂടിയെടുത്തു. ഏപ്രിൽ 22-ന് 26 വിനോദസഞ്ചാരികളുടെ മരണത്തിന് ഇടയാക്കിയ പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ചയാണ് എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഉന്നതതല യോഗം ചേർന്നത്. ഉന്നതതല യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും NSA, CDS, എല്ലാ സായുധ സേനാ മേധാവികളും പങ്കെടുത്തു. ദേശീയ തലസ്ഥാനത്ത് ആഭ്യന്തര മന്ത്രാലയത്തിൽ മറ്റൊരു ഉന്നതതല യോഗം നടന്നിരുന്നു. യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, അതിർത്തി സുരക്ഷാ സേന, അസം റൈഫിൾസ്, ദേശീയ സുരക്ഷാ ഗാർഡ് എന്നിവയുടെ ഡയറക്ടർ ജനറൽമാരും കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെയും കേന്ദ്ര വ്യാവസായിക സുരക്ഷാ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തിരുന്നു. ഞായറാഴ്ചയായിരുന്നു ആ യോഗം നടന്നത്. 26 പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു ഇത്. അതേസമയം പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് ജമ്മു കാശ്മീരിലുടനീളം നിരവധി സ്ഥലങ്ങളിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ വിഷയവുമായി പരിചയമുള്ള വൃത്തങ്ങൾ NIAയോടാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്രോതസ്സുകൾ പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ സെൻസിറ്റീവ് സ്വഭാവം കാരണം ഈ ഘട്ടത്തിൽ പ്രത്യേക അപ്ഡേറ്റുകളൊന്നും പങ്കിടുന്നില്ല. തിങ്കളാഴ്ച ജമ്മു കാശ്മീർ പോലീസ് ധോഡ ജില്ലയിലെ 13 സ്ഥലങ്ങളിൽ തീവ്രവാദ ഒളിത്താവളങ്ങൾ കണ്ടെത്തിയതിനും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനുമായി റെയ്ഡ് നടത്തി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം തുടരുന്നതിന്റെ ഭാഗമായി ശ്രീനഗർ പോലീസ് നഗരത്തിലെമ്പാടുമുള്ള നിരവധി സ്ഥലങ്ങളിൽ ഓവർഗ്രൗണ്ട് വർക്കർമാരുടെ വസതികളിലും നിരോധിത ഭീകര സംഘടനകളുടെ തീവ്രവാദ കൂട്ടാളികളുടെ വസതികളിലും വ്യാപകമായ റെയ്ഡുകൾ നടത്തി. പോലീസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ശ്രീനഗർ പോലീസ് 63 പേരുടെ വസതികളിൽ റെയ്ഡ് നടത്തി. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരുടെയും സ്വതന്ത്ര കക്ഷികളുടെയും സാന്നിധ്യത്തിൽ ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലും ശരിയായ നിയമപരമായ നടപടിക്രമങ്ങൾ അനുസൃതമായിട്ടാണ് റെയ്ഡുകൾ നടത്തിയത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരായ ഗൂഢാലോചനയോ തീവ്രവാദ പ്രവർത്തനമോ കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായി തെളിവുകൾ